സ്വതക്ക കൊടുക്കുന്ന ആളുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് മരണസമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള അവസരം നൽകുമെന്നാണ്. സ്വതക്ക നൽകുന്ന ആളുകൾ, നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ മരണസമയത്ത് പ്രയാസം വരുമ്പോൾ അവർ ചിന്തിക്കും, ഞാൻ സ്വതക്ക കൊടുത്തിരുന്നെങ്കിലെന്ന്. അപ്പോഴാണ് അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ എനിക്കൊരൽപ്പം സമയം തരൂ, ഞാൻ സ്വതക്ക കൊടുക്കട്ടെ. എന്തിന്? മരണവേദന ഇല്ലാതിരിക്കാൻ, മരണത്തിന്റെ സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി അല്ലാഹുവേ എനിക്കൊരൽപ്പം സമയം തരൂ എന്ന് പറയുമെന്നാണ്. പക്ഷേ ആ സമയത്ത് അല്ലാഹു ഒരാൾക്കും അവധി നൽകൂല, ഒരാൾക്കും സമയം നൽകൂല. ആ സമയത്ത് അല്ലാഹു കൊണ്ടുപോകും. അതുകൊണ്ട് ആ സമയത്തേക്ക് കാത്തിരിക്കാതെ അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങൾ ദീനിയായ മേഖലകളിൽ നമ്മൾ സഹായിക്കുക, ചെലവഴിക്കുക. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഹദീസുകളിൽ കാണാം, അല്ലാഹുമാരോ മാതാപിതാക്കളോ മക്കളോ നാട്ടുകാരോ ആരും അറിയാത്ത വലിയ വലിയ തെറ്റുകളൊക്കെ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടാകും. അതിന്റെ പേരിൽ അല്ലാഹു നമ്മോട് കോപിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ആ കോപം, നമ്മുടെ പഴയകാല തിന്മകളൊക്കെ അല്ലാഹു മായ്ച്ചു കളഞ്ഞ് അല്ലാഹുവിന്റെ കോപം എടുത്തു കളയാനുള്ള എളുപ്പവഴി രഹസ്യമായ ഒരുപാട് സ്വതക്കകൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം, സലാം പറയണം, സലാമു അലൈക്കും എന്ന് പറയണം, കാണുന്നവരോടൊക്കെ സലാം പറയണം. അവിടെ സംഘടന ഒന്നും നോക്കണ്ട, സലാം പറയാൻ. ഏത് സംഘടന, ഏത് പാർട്ടിക്കാരന് അയാൾക്ക് സലാം ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. മുസ്ലിമീങ്ങളായ ആളുകളോട് സലാം പറയണം. അഫ്ശുസ്സലാം, അവര് മടക്കുമോ ഇല്ലയോ അത് നിങ്ങൾ നോക്കേണ്ട. അസ്സലാമു അലൈക്കും എന്ന് പറയും. ആണുങ്ങൾ ആണുങ്ങളോട്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോട് സലാം പറയും. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, സലാം പറയുക. അത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും, നിങ്ങൾക്കിടയിൽ അസൂയ ഇല്ലാതിരിക്കാൻ കാരണമാകും, നിങ്ങൾക്കിടയിൽ പിണക്കമില്ലാതിരിക്കാൻ കാരണമാകും. ഭാര്യയുടെയും മക്കളുടെയും ഇടയിൽ സ്നേഹമുണ്ടാവാൻ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ, ചങ്ങാതിമാർക്കിടയിൽ, ഉസ്താദിന്റെയും ശിഷ്യന്മാരുടെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ, പറഞ്ഞു തരൂ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ട് ഒന്നാമതായി അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയണം. ഭക്ഷണം നൽകണം. ഭക്ഷണം നൽകണം. ആർക്കാണ് ഭക്ഷണം നൽകേണ്ടത്? ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ നല്ല സൽക്കാരങ്ങൾ ഉണ്ടാക്കി, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ വിളിക്കാം, അയൽവാസികളെ വിളിക്കാം, കുടുംബക്കാരെ വിളിക്കാം, നമ്മളുമായി ബന്ധമുള്ള ആളുകളെ വിളിക്കാം, അങ്ങനെ ഭക്ഷണം നൽകണം. അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് അയൽവാസികളുടെ വീട്ടിലേക്ക് നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ പട്ടിണി പാവങ്ങളുണ്ട് എന്നറിഞ്ഞാൽ അവരോട് നേരത്തെ പറഞ്ഞവർക്കുള്ള ഉച്ചഭക്ഷണം, അവർക്കുള്ള രാത്രി ഭക്ഷണം നമ്മൾക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ ഭക്ഷണം നമ്മൾ കൊടുക്കുക. നാട്ടിലൊക്കെ പ്രയാസപ്പെടുന്ന യാചകന്മാര് കടന്നു വരുമ്പോ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീട്ടുകാരുണ്ട് എന്നറിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണം. കുടുംബക്കാരോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. വസ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയമുണ്ട്. ആ സമയമാണ് തഹജ്ജുദിന്റെ സമയം. ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങളും ഉറങ്ങണ്ട, നിങ്ങൾ എണീറ്റ് നിന്നിട്ട് നിസ്കരിക്കുക. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എണീറ്റുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്നുറങ്ങും. പക്ഷേ ആയിഷ ബീവി ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ പള്ളിയിൽ ചെന്ന് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. ഉറങ്ങുമ്പോൾ നബി തങ്ങൾ കൂടെയുണ്ട്, പിന്നെ നബി തങ്ങൾ നോക്കുമ്പോൾ കാണുന്നില്ല. ആയിഷ ബീവി ഇങ്ങനെ തെരഞ്ഞു നോക്കും. അപ്പോഴേക്കും നബി തങ്ങളുടെ കാല് കിട്ടും. നോക്കുമ്പോ പള്ളിയിൽ സുജൂദിലാണ്. പള്ളിയും വീടും പരസ്പരം ഒട്ടിച്ചേർന്ന് കിടക്കുകയാണ്. നബി തങ്ങളുടെ പള്ളിയും വീടും ഒന്നിച്ചാണ്. വീട്ടിൽ നിന്ന് കാല് വെക്കുന്നത് പള്ളിയിലേക്കാണ്. അപ്പൊ നബി തങ്ങൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കായിരിക്കും. ആയിഷ ബീവിക്ക് അതറിയില്ല. അതുപോലെ മഹാന്മാരായ താബിഈങ്ങളിലെ പ്രമുഖരായ പല ആളുകളും ഇപ്പുറത്ത് ഭാര്യ കിടന്നുറങ്ങുന്നുണ്ട്. 20 വർഷക്കാലം ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് ഭാര്യ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അല്ലാഹുവിനെ പേടിച്ച് കരയാൻ തുടങ്ങും. കരഞ്ഞ് 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 തലയണ, അവിടുത്തെ വിരിപ്പെല്ലാം നനഞ്ഞാലും ഭാര്യയ്ക്ക് അറിയുമായിരുന്നില്ല. അല്ലാഹുവിനെ പേടിച്ച് കരയുമായിരുന്നു.
രാത്രിയായാൽ ഭാര്യ ഉറങ്ങിക്കിടന്നു എന്ന് ഉറപ്പായാൽ എണീറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. ഭാര്യ പോലും അറിയാത്ത, മക്കള് പോലും അറിയാത്ത, ചങ്ങാതിമാരറിയാത്ത, നമ്മളും നമ്മുടെ റബ്ബും മാത്രം ബന്ധമുള്ള ഒരുപാട് അമലുകൾ നമ്മൾക്കുണ്ടാവണം. അതിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വേണം, അതിൽ സ്വതക്കകൾ വേണം, അതിൽ ഖുർആനോത്ത് വേണം, അതിൽ ദിക്റുകൾ വേണം, സ്വലാത്ത് വേണം. ഒരാളും അറിയാത്ത നന്മകൾ നാമും നമ്മുടെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. വേറെ ഒരാളെയും അറിയിക്കാതെ, വേറെ ഒരാളുടെ മുമ്പിലും ചെയ്യാത്ത രഹസ്യമായ നന്മകൾ ഒരുപാട് നമ്മളിൽ ഉണ്ടാവണം. നമ്മളിൽ ഒരുപാട് രഹസ്യമായ നന്മകൾ ഉണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യണം? രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. രാത്രി ഉറങ്ങാതെ നിസ്കരിച്ച് 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 സുബഹിയാകുമ്പോൾ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അപ്പൊ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് രാത്രിയായി ഭാര്യ ഉറങ്ങിയ വേഗം എണീറ്റ് നിസ്കരിക്കും. എന്നിട്ട് സുബഹിയുടെ സമയമാകുമ്പോ ഭാര്യ എണീക്കുന്നറിയുമ്പോ പതുക്കെ വന്നിട്ട് ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങും. എന്തിന്? ഭാര്യ എന്റെ നിസ്കാരം അറിയാൻ പാടില്ല, അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യോ? നമ്മളെങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരും അയൽവാസികളും നാട്ടുകാരും ഒത്ത് അറിയിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ വല്ല അമലുണ്ടോ? 1000 രൂപ 2000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരെ മൊത്തം അറിയിക്കും. രഹസ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ? കവറിൽ ഇപ്പോ 100 രൂപ ഇട്ടാൽ ആരും അറിയില്ല, അതുകൊണ്ട് 100 രൂപ മതി എന്ന് വിചാരിച്ചിട്ട് കവറിലിടുന്ന ആളുകളില്ലേ? എന്നാൽ നേരെ മറിച്ച് ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഈ കവറിലിട്ടാൽ അത് രഹസ്യമായ സ്വതക്കയാണ്, ഇവർ 5000 രൂപ കവറിലിട്ട് കൊടുക്കുക, ആരും കാണണ്ട, ഞാനെന്റെ റബ്ബ് അറിഞ്ഞാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് അമലുകൾ നമ്മളിൽ ഉണ്ടാവണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കയറാനുള്ള 4 കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കയറാനുള്ള, സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാനുള്ള 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ? അതിലൊന്ന് നന്നായി സലാം പറയുക. 2 പാവങ്ങളായ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. പാവങ്ങളായാലും അല്ലേലും, കുടുംബക്കാരായാലും നാട്ടുകാരായാലും അയൽവാസികളായാലും ഇടയ്ക്കിടെ അവർക്ക് ഭക്ഷണം നൽകുന്നത്, ഭക്ഷണം കഴിപ്പിക്കുന്നത് സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. വസിലുൽ അർഹാം, കുടുംബബന്ധം നന്നായി ചേർക്കണം, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കാതിരിക്കുക. 4-മത്തേത് വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതൊക്കെ? ഒന്ന് പറഞ്ഞോളൂ. ഗൾഫിൽ പ്രയാസം വരുമ്പോ വിഷമം എന്താ? തിന്നാൻ പറ്റൂല എന്നുള്ള പേടിയാണ്. ഇവിടെ ലോകത്തെല്ലാരും അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ്. തിന്നാനും മനുഷ്യന് വേണ്ടെങ്കിൽ ആരും ഇവിടെ കഷ്ടപ്പെടുന്നില്ല. തിന്നാൻ വേണ്ടെങ്കിൽ എന്തിനാ കഷ്ടപ്പെടുന്നത്? ജീവിച്ചു പോയാ പോരെ. 2-മത്തേത് ഭക്ഷണം നൽകൽ, 3-മത്തേത് കുടുംബബന്ധം ചേർക്കൽ, 4-മത്തേത് തഹജ്ജുദ് നിസ്കരിക്കൽ. ഈ 4 കാര്യം ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ജനങ്ങളിൽ മിസ്കീന്മാരെ സ്നേഹിച്ചിരുന്നത് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മിസ്കീന്മാരെ സ്നേഹിച്ചിരുന്നത് ജഅഫർ തങ്ങളാണെന്ന്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുത്തേക്കൊക്കെ ബക്കറ്റ് വരും. അങ്ങനെ ബക്കറ്റ് വരുമ്പോ നല്ലൊരു സംഖ്യ ഇട്ടിട്ട് എല്ലാവരും സഹായിക്കും. ഓക്കെ, എല്ലാവരും ഉണ്ടാവല്ലേ? ഇതൊരു വളരെ ജാരിയായ സ്വതക്കയാണ്, ആരും കാണാത്തൊരു സ്വതക്കയാണ്. ഈ സ്വതക്ക നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു സംഖ്യ ഇട്ട് കൊടുക്കുക. ഒരു മിനിമം 500 ഇട്ട് കൊടുക്കല്ല. പോക്കറ്റിൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ല നോട്ട്. 500 കൊണ്ടുവരാത്ത ആളിന്റെ അടുത്ത് ഇല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. നിങ്ങളെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ലൊരു നോട്ട് ഇട്ടിട്ട് കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ. നിന്നെ കവർ തന്നിട്ടുണ്ടാവും, കവർ തന്ന ആളുകൾ കവർ ഏൽപ്പിക്കുക. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ജനങ്ങളിൽ മിസ്കീന്മാരെ സ്നേഹിച്ചിരുന്നത് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. കുന്തു ഇദാ സഅൽതുഹു അൻ മസ്അല, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് വല്ല മസ്അലയും ഞാൻ ചോദിച്ചാൽ, എന്തെങ്കിലും സംശയം ചോദിച്ചാൽ, ശ്രദ്ധിക്കണേ, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ഞാൻ വല്ല മസ്അലയും ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ എന്നോട് അപ്പൊ ഉത്തരം ഒന്നും പറയില്ല. ആ ചോദ്യത്തിന്റെ ഉത്തരം ആ സമയത്ത് എനിക്ക് തരാറില്ല. പിന്നെയോ എന്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് പോകും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിക്കും, യാ അസ്മാ,
അസ്മാ ബീവിയെ ഭാര്യയെ വിളിക്കുകയാണ്, അത്അമീന, ഞങ്ങൾക്ക് ഭക്ഷണം താ എന്ന് പറയും. മനസ്സിലായോ? എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ എന്റെ കൈയും പിടിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ട്, ഉത്തരവൊന്നും പറയില്ല, നേരെ വീട്ടിലേക്ക് കൊണ്ട് പോന്നിട്ട് ഭാര്യയോട് പറയും, ഭക്ഷണം ഉണ്ടാക്ക്, ചായ എടുക്ക്, ജ്യൂസ് എടുക്ക്, നല്ല ഇളനീരെടുക്ക്, ഭക്ഷണം എടുക്കെന്ന് പറയും. അങ്ങനെ ഭാര്യ ഭക്ഷണം കൊണ്ടുവരും. ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ എന്താണോ ഞാൻ ചോദിച്ചത് അതിനുള്ള മറുപടി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ മിസ്കീന്മാരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ സംസാരിക്കുകയും ചെയ്യുന്ന വളരെ പ്രഗത്ഭനായ ഒരു സ്വഹാബിയായിരുന്നു മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതേപോലെ മിസ്കീന്മാരെ സ്നേഹിക്കുന്നവരാവണം നമ്മൾ. എങ്കിലേ നമ്മൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിഷയം രണ്ടാമത്തെ വിഷയം എന്താണ്? വ അമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി. എന്നോട് പറയാണ് അല്ലാഹുവിന്റെ ഹബീബ്, അബൂദർറെ, എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കണം, മുകളിലേക്ക് നോക്കരുത്. വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. ഒരു കാരണവശാലും മുകളിലുള്ളവരെ നോക്കാനേ പാടില്ല. എന്താണ് ഈ പരിശുദ്ധമായ ഹദീസിന്റെ താല്പര്യം? എന്താ അതിന്റെ താല്പര്യം? ഞാൻ ചോദിക്കട്ടെ. താഴെയുള്ളവരിലേക്ക് നോക്കണം, മുകളിലുള്ളവരിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? നിങ്ങൾ ചിന്തിച്ചു. നിങ്ങളൊരു വണ്ടിയിൽ പോകണം, ഒരു ബൈക്ക് എടുത്ത് പോകണം. ബൈക്കിൽ പോകുമ്പോഴാണ് നിങ്ങളൊരു കാറിൽ പോകുന്ന ആളുകളെ കാണുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പഠിച്ചോനെ, എനിക്കൊരു ബൈക്കല്ലേ ഉള്ളൂ, ഇയാളൊക്കെ ഒരു ഭാഗ്യൾക്ക് കാറില്ലേ, മഴ നനയാതെ പോവാലോ, വെയിൽ കൊള്ളാതെ പോവാലോ, എനിക്കൊരു കാറ് കിട്ടിയിരുന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ടെൻഷൻ, പക്ഷെ എനിക്കൊരു കാറില്ലല്ലോ എന്നൊരു ടെൻഷൻ. നേരെ മറിച്ച് ബൈക്കിലൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾ, ബൈക്ക് പോലും ഇല്ലാതെ നടന്നു വരുന്ന ഒരാളെ കണ്ട് അവനെ നോക്കി ചിന്തിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവേ, എനിക്ക് നീ ബൈക്ക് തന്നില്ലയോ, അയാൾക്ക് ബൈക്ക് പോലും നടന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്, അൽഹംദുലില്ലാ, നീ എനിക്ക് തന്ന നിഅമത്ത് എത്ര വലുതാണ്. അപ്പൊ സന്തോഷമുണ്ടാവുക. മുകളിലേക്ക് നോക്കുന്തോറും നിരാശയും ടെൻഷനും കൂടുന്നതാണ്, താഴേക്ക് നോക്കുന്തോറും സന്തോഷം കൂടും. നമ്മളൊരു ചെറിയ ഓടിന്റെ വീട് വെച്ചു, നമ്മൾ അല്ലെങ്കിൽ ഒരു നില വീടുണ്ടാക്കി, എന്നിട്ട് അതിൽ സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് അയൽവാസിക്ക് നല്ല മനോഹരമായ ഒരു വീട് വരുന്നത്. അപ്പൊ അതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് പറയാ, പടച്ചോനെ, എന്റെ വീട് എത്ര ചെറുതാ പടച്ചോനെ, അയാളുടെ വീട് എത്ര പേരുതാ, എനിക്ക് അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു. ഇങ്ങനെ വിഷമം പറയാം. അങ്ങനെ വലിയ വലിയ വീടുകളൊക്കെ കാണുമ്പോൾ ആ വീടുകളെ നോക്കുന്ന ആളുകൾ അങ്ങനെ നോക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ നിരാശ കൂടുകയാണ്. നേരെ മറിച്ച് നിങ്ങളെക്കാളും താഴേക്കിടയിലുള്ളവർ, വീടില്ലാത്ത ആളുകൾ, പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവർ, ക്വാർട്ടേഴ്സിൽ കിടന്നുറങ്ങുന്നവർ ഇല്ലേ, ഇഷ്ടം പോലെ ഇല്ലേ? പീഡികത്തിണ്ണയിലും കോട്ടേഴ്സിലും വാടകയ്ക്ക് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ നമ്മളെക്കാളും മനോഹരമായ വീട് വെച്ച ആളുകളെ നോക്കി എനിക്കതില്ലല്ലോ എന്ന ചിന്തയാണെങ്കിൽ ജീവിതത്തിൽ നിരാശ മാത്രമായിരിക്കും. പെരുന്നാളിന് മനോഹരമായ വസ്ത്രം ഭർത്താവ് വാങ്ങിച്ചു തന്നു, നല്ല വസ്ത്രം, മാഷാ അല്ലാഹ്. അങ്ങനെ പെരുന്നാളിന്റെ ദിവസം അയൽവാസി വീട്ടിലേക്ക് വന്നു, അവളുടെ വസ്ത്രം ധരിച്ച് ആ വസ്ത്രം നോക്കിയിട്ട് പെണ്ണ് പറയാണ്, മാഷാ, ഇതെന്തൊരു രസാണ് ഈ വസ്ത്രം, എന്റെ വസ്ത്രം എന്താ? അപ്പോഴാണ് നിരാശയുണ്ടാകുന്നത്. നേരെ മറിച്ച് ആ പെരുന്നാളിന് വസ്ത്രം പോലും വാങ്ങാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചിന്തിക്കുമ്പോ എന്തോ ഒരു ഭാഗ്യവാന്മാരാണ് നമ്മളെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ്. നമ്മൾക്കൊരു തലവേദന വരുമ്പോഴേക്കും നമ്മൾ പറയുന്നു, യാ അല്ലാഹ്, എന്തേ എനിക്ക് മാത്രം തലവേദന, എന്തേ എനിക്ക് മാത്രം പനി? എന്നാൽ കാലാകാലം ക്യാൻസർ ബാധിച്ച്, ഷുഗർ ബാധിച്ച്, എയ്ഡ്സ് ബാധിച്ച്, മറ്റുള്ള വിവിധ രോഗങ്ങൾ ബാധിച്ച് നടക്കാൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത, ജോലി ചെയ്യാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലും ഉണ്ടാകുമ്പോ ചെറിയ ഒരു അസുഖത്തിന്റെ പേരിൽ നമ്മൾ വേദനിച്ചാൽ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക? അതുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോ എനിക്ക് എത്രത്തോളം ആരോഗ്യം അല്ലാഹു തന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ജീവിതത്തിൽ നിരാശയില്ലാതിരിക്കാൻ, ജീവിതത്തിൽ ദുഃഖമില്ലാതിരിക്കാൻ, സന്തോഷത്തോടെ മരണം വരെ ജീവിക്കാനുള്ള വഴി എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും താഴേക്കിടയിലുള്ള ആളുകളെ നോക്കണം, മുകളിലുള്ള ആളുകളെ നോക്കി ഒരിക്കലും അസൂയപ്പെടരുത്. നിന്റെ സാലറി 2000 റിയാലാണ്, അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു 2000 റിയാലിന്റെ ജോലി തന്നില്ലയോ? നീ ഒരിക്കലും 10000 റിയാൽ സമ്പാദിക്കുന്നവനെ നോക്കി വിഷമിക്കണ്ട. നിനക്ക് അല്ലാഹു ഗൾഫിൽ പോവാനും ഒരു 2000 റിയാൽ എന്ന് പറഞ്ഞത് 40000 രൂപയായില്ലേ?
എന്നാൽ നാട്ടിൽ 10,000 പോലും ജോലിക്ക് ശമ്പളം ലഭിക്കാത്ത ആളുകൾ ഉണ്ടാകുമ്പോ അൽഹംദുലില്ലാഹ്, ഇതാണ് മുഅ്മിനീങ്ങളെ ജീവിതം. ഇവിടെയാണ് ജീവിതത്തിന് അർത്ഥമുള്ളത്. ഈ ജീവിതത്തിലാണ് സന്തോഷമുള്ളത്. പട്ടിണിയാണെങ്കിലും അൽഹംദുലില്ലാഹ്. വീട്ടില് പട്ടിണിയാണ്, അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുകയാണ്. 4 സമ്പാദ്യങ്ങളാണ് ലോകത്തുള്ളത്. ഈ സമ്പാദ്യങ്ങളെ ഒരിക്കലും മറ്റു സമ്പാദ്യങ്ങൾ വെച്ച് മറച്ചു വെക്കാൻ കഴിയില്ല, കവച്ചു വെക്കാൻ കഴിയില്ല. 4 സമ്പാദ്യങ്ങൾ ഇത് ലഭിച്ച വലിയ ഭാഗ്യവാന്മാരാണെന്ന് അത് നമ്മൾക്കുണ്ടോ ഇല്ലേ നമ്മൾ നോക്കണം. അതിൽ ഒന്നാമത്തേത് ദിക്ർ ചൊല്ലുന്ന നാവ് നമ്മൾക്കുണ്ടാവണം. ദിക്ർ ചൊല്ലുന്ന നാവ് വേണം. ഉണ്ടോ? വെറുതെ മിണ്ടാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ അസ്തഗ്ഫിറുല്ലാഹ്, 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 അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നാവ്, അല്ലാഹുവിന്റെ ദിക്റിൽ മുഴുകിയ ഒരു നാവ് നമ്മൾക്കുണ്ടെങ്കിൽ വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ. അതിന് പകരം ഇങ്ങനെ ഗീബത്തും വസാദും നമീമത്തും കുറ്റവും കുറവും പറയാ, ആ നാവ് കട്ടകാലാണ്. രണ്ടാമത്തെ കാര്യം വഖൽബുൻ ഷാകിർ, ശുക്ർ ചെയ്യുന്ന ഹൃദയം ഉണ്ടാവണം. അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വരുമാനം മാസത്തിൽ 10,000 അൽഹംദുലില്ലാഹ്. ഇതില്ലാത്ത ആളുകളില്ലയോ? വഖൽബുൻ ഷാകിർ, അല്ലാഹു തന്ന ആരോഗ്യം, അല്ലാഹു തന്ന സമ്പാദ്യം, അല്ലാഹു തന്ന ജോലി, അല്ലാഹു തന്ന വീട്, ഇതിനെല്ലാം അല്ലാഹുവിനെ സ്തുതിക്കാനുള്ള മനസ്സുണ്ടായാൽ അയാൾ വലിയ ഭാഗ്യവാനാണ്. വബദനുൻ അലൽ ബലാഇ സാബിറുൻ, ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ശരീരം ഉണ്ടാവണം. പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, രോഗങ്ങൾ ഉണ്ടായാൽ, കടങ്ങൾ ഉണ്ടായാൽ, ഏത് പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിലും അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ പറ്റുന്ന ശരീരം ഉണ്ടായാൽ അയാളും വലിയ ഭാഗ്യവാനാണ്. നാലാമത്തെ കാര്യം വസൗജതുൻ തുഈനു അഹദകും അലാ ദീനി, ദീനിയായ കാര്യങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യയല്ല. പരാതിയും പരിഭവങ്ങളുമായി ഭർത്താവിനെ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കാത്ത ഭാര്യയല്ല. എന്താ നിങ്ങളൊക്കെ കഥ? നിങ്ങളെ പോലെ തന്നെയല്ല അയാൾ കാണുന്നില്ല സമ്പാദിക്കുന്നത്, അധ്വാനിക്കുന്നതൊക്കെ. നിങ്ങൾ ഇങ്ങനെ രാവിലെ പോവും, 500 രൂപ ഇങ്ങോട്ട് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നായി ദ്രോഹിക്കുന്നു. വീട് വെക്കാത്തതിന്റെ പേരിൽ ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട്. വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെ വരുമാനവും ഭർത്താവിന്റെ ജോലിയുടെ സാമ്പത്തിക അവസ്ഥ പോലും തിരിച്ചറിയാതെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട്. അവരല്ല ദീനിയായ കാര്യങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. കുഴപ്പമില്ല, അല്ലാഹു ഇതെല്ലാം നമ്മൾക്ക് വിധിച്ചത്, ക്ഷമിക്കണം, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഭർത്താവിനെ എപ്പോഴും സമാധാനത്തിന്റെ സന്ദേശം നൽകി ക്ഷമിക്കാൻ പറഞ്ഞ് ഭർത്താവിന്റെ പ്രയാസങ്ങളിൽ കൂടെ നിന്ന് രാവിലെ എണീപ്പിച്ച് തഹജ്ജുദ് നിസ്കരിപ്പിച്ച് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധയോടെ ഭർത്താവിനെ നിസ്കരിപ്പിക്കുകയും ദീനിയായ മേഖലകളിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഭാര്യയെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അവിടെ നമ്മൾ വിജയിക്കുന്നത്. അതാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്റെ ഹബീബനോട് പറഞ്ഞത്, ഒരു കാരണവശാലും മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല, താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കണം. അപ്പൊ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ ഇതെല്ലാം പകർത്താനുള്ളതാണ്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുക. മൂന്നാമത്തെ കാര്യം വഅമറനീ അൻ നസിലർ റഹിമ വഇൻ അദ്ബറത്, ഒരു കാരണവശാലും കുടുംബക്കാരോട് മോശമായി പെരുമാറാൻ പാടില്ല. എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ? കുടുംബക്കാരോട് മോശമായി പെരുമാറാൻ പാടില്ല. കുടുംബബന്ധം ചേർക്കുന്നതിനനുസരിച്ച് അല്ലാഹു നമ്മൾക്ക് ദീർഘായുസ് നൽകുമെന്നാണ്. കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ്. കുടുംബബന്ധം ചേർക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമെന്നും അല്ലാഹു അവർക്ക് രോഗങ്ങൾ നൽകൂല എന്നാണ്. ആഫിയത്തോടെയുള്ള ആയുസ് ഉണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഒരു 60 വയസ്സ് വരെ ജീവിക്കാൻ അല്ലാഹു അവസരം തന്നു. ആ 60 വയസ്സിൽ 40 വയസ്സായപ്പോഴേക്കും നിങ്ങൾ എന്തായി? രോഗിയായി. 40 വയസ്സായപ്പോഴേക്കും രോഗിയായി. പിന്നെ 20 വർഷം നിങ്ങൾ രോഗിയായിട്ട് കിടക്കാൻ. പിന്നെ 60 വയസ്സ് കൊണ്ട് എന്ത് കാര്യം, എന്ത് ഉപകാരമുള്ളത്? നേരെ മറിച്ച് നിങ്ങൾ 70 വയസ്സ് 60 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ഒരു തലവേദന പോലും നിങ്ങൾക്ക് വന്നിട്ടില്ല. നല്ല ആഫിയത്ത്, നന്നായി ഇബാദത്ത് ചെയ്യാനും സാധിച്ചു. അതല്ലേ ഭാഗ്യം. രോഗങ്ങളില്ലാതെ ആഫിയത്തോടെയുള്ള ദീർഘായുസ് ലഭിക്കാനുള്ള വഴി കുടുംബബന്ധം ചേർക്കലാണ്.
രോഗം വരാതിരിക്കാൻ നമ്മൾ എക്സസൈസ് ചെയ്യും, രാവിലെ എണീറ്റ് ഓടും, ഭക്ഷണം നിയന്ത്രിക്കും. LCHF അല്ലെ, LCHF എന്നറിച്ച് പറഞ്ഞ് ഇറച്ചി മാത്രം കഴിക്കും. ചില ആളുകൾ റൈസ് കഴിക്കാൻ പാടില്ല, ഗോതമ്പ് കഴിക്കാൻ പാടില്ല, ധാന്യമണികൾ കഴിക്കാൻ പാടില്ല. അതൊക്കെ പിന്നെ നമ്മള് ഷുഗർ ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇറച്ചി മാത്രം കഴിക്കുന്ന കുറച്ച് ആളുകൾ. ഇതൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാനും ദീർഘായുസ് ലഭിക്കാനുമുള്ള വഴി കുടുംബബന്ധം ചേർക്കണം. കുടുംബക്കാർക്ക് സഹായം നൽകുകയും കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ പോവുകയും സമ്മാനങ്ങളുമായി പോകുന്നവർ, അവരുമായി ബന്ധം സ്ഥാപിക്കുന്നവർ, ഒരാളോടും പിണങ്ങാതെ ജീവിക്കുന്നവർ. കുടുംബക്കാരെന്ന് പറയുമ്പോ ഉപ്പ ഉമ്മ നമ്മുടെ കുടുംബക്കാരാണ്. ഉപ്പമാരോട് പിണങ്ങാൻ പാടില്ല, ഉമ്മമാരോട് പിണങ്ങാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമാണോ ഇല്ലേ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? അള്ളാഹുവിന് നമ്മോട് കോപമാണോ അല്ലേ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാതാപിതാക്കൾക്ക് നമ്മോട് ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിനും നമ്മോട് ഇഷ്ടമാണ്. ഉമ്മയോട് ചോദിക്കാം, ഉപ്പയോട് ചോദിക്കാം, ഉപ്പാ എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഉമ്മയോട് ചോദിക്കാം, എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ ഇഷ്ടമാണോ എന്ന് മാതാപിതാക്കളോട് ചോദിക്കാം. അവർക്ക് ദേഷ്യമാണെങ്കിൽ അള്ളാഹുവിനും നമ്മോട് ദേഷ്യമാണ്, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിനും നമ്മോട് ഇഷ്ടമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാര്യം വളരെ ഗൗരവത്തോടെ എടുക്കണം. അവരോട് മോശമായി പെരുമാറരുത്, അവരുടെ മുമ്പിൽ നടക്കാൻ പാടില്ല, അവരുടെ പേര് വിളിക്കാൻ പാടില്ല, അവരുടെ മുമ്പിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇരുന്ന ഇരുപ്പിൽ നിന്ന് എണീക്കാതെ മൊബൈലിൽ കളിച്ചിരിക്കരുത്. വീട്ടിലേക്ക് ഉപ്പ കടന്നു വരാൻ, ഉമ്മ കടന്നു വരാൻ, ആ സമയത്ത് നമ്മളത് മൈൻഡ് ചെയ്യാതെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്, പാടില്ല. അതൊക്കെ കുരുത്തക്കേടാണ്. അവരുടെ മുമ്പിൽ അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല. അവരോട് ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയോ തുറച്ചു നോക്കുകയോ ക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് പറയുകയോ ചെയ്യരുത്. ആരാണ് ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ചില്ലറ കാര്യമില്ല, ഇതൊക്കെ ചില്ലറ കാര്യമില്ല. വൻദോഷങ്ങളിലാണ് അല്ലാഹു എണ്ണിത്തന്നത്. വൻദോഷമാണിത്. മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നത് വൻദോഷമാണ്. അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകുന്ന 2 പാപങ്ങളുണ്ട്. നമ്മളൊക്കെ തെറ്റ് ചെയ്താൽ അല്ലാഹു ആഖിറത്തിലേക്ക് എടുത്തു വെക്കുക ചെയ്യാം. കള്ളു കുടിച്ചു, പടച്ചോനെ ആഖിറത്തിലേക്ക് മാറ്റി. നിസ്കാരം നഷ്ടപ്പെടുത്തി, ആഖിറത്തിലേക്ക് മാറ്റി വെക്കും. സദഖയും സക്കാത്തൊന്നും കൊടുത്തില്ല, ആഖിറത്തിലേക്ക് മാറ്റി. പക്ഷെ ദുനിയാവിൽ തന്നെ അല്ലാഹു ശിക്ഷ നൽകുന്ന 2 പാപങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് കുടുംബ ബന്ധമാണ്. മാതാപിതാക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കാതെ മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്ന ആളുകൾക്ക് അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്നാണ്. എന്നാൽ ആഖിറത്തിൽ രക്ഷപ്പെടുവോ? അവിടെയും രക്ഷപ്പെടൂല. എങ്ങനെയാണ് അല്ലാഹു ശിക്ഷ നൽകുന്നത്? ഒന്നുകിൽ അവരുടെ മക്കളിലൂടെ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ അതിനേക്കാളും മോശമായിട്ടാണ് നമ്മുടെ മക്കൾ നമ്മോട് പെരുമാറുക. കുടുംബബന്ധത്തിൽ നമ്മൾ കുടുംബബന്ധം വിച്ഛേദിച്ചാൽ, കുടുംബബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി പിണക്കവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയാൽ ദുനിയാവിൽ തന്നെ അനുഭവിക്കുമെന്നാണ്. ദുനിയാവിൽ തന്നെ അനുഭവിക്കാതെ മരിച്ചു പോകൂല എന്നാണ്. അതുകൊണ്ട് കുടുംബബന്ധത്തിന്റെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം വളരെ ഗൗരവത്തോടെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷ നൽകുന്ന തെറ്റാണത്. രണ്ടാമത്തെ തെറ്റ് വ്യഭിചാരമാണ്. വ്യഭിചരിച്ചു പോയ ആളുകൾക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ നൽകുമെന്നാണ്. അതാണ് വ്യഭിചരിച്ച ആളുകൾക്ക് അല്ലാഹു എയ്ഡ്സ് നൽകുന്നത്. അത് മാത്രമല്ല, വ്യഭിചാരികളായ ആളുകൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടൂല എന്നാണ്. മരണം വരെ ടെൻഷനായിരിക്കും. ജീവിതത്തിൽ ഒരു തവണ വ്യഭിചരിച്ചാൽ, കുറെ തവണ ഒന്നും വേണ്ട, ഒരു തവണ വ്യഭിചരിച്ചാൽ ആ വ്യഭിചാരത്തിന്റെ പേരിൽ തൗബ ചെയ്ത് മക്കത്ത് പോയി ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്ത് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാലും ആ ഒരു വ്യഭിചാരത്തിന്റെ പേരിൽ മരണം വരെ അയാൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുമെന്നും മരണം വരെ അതിന്റെ പേരിൽ അയാൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. 2 തെറ്റുകളാണ് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ നൽകുന്നത്. ഒന്ന് മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നത്, 2 വ്യഭിചാരമാണ്. ഈ 2 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ പേടിച്ചിരിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ.
അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അപ്പൊ മാതാപിതാക്കളുമായുള്ള ബന്ധം ശരിയാക്കണം. അതേപോലെ മക്കളുമായിട്ടുള്ള ബന്ധം അതും ശ്രദ്ധിക്കാനുണ്ട്. മക്കളുമായുള്ള ബന്ധം അതും നമ്മൾക്ക് ശ്രദ്ധിക്കാനുണ്ട്. അല്ലാഹു തആല ആദ്യമായി മാതാപിതാക്കളോടാണ് ചോദിക്കുന്നത് മക്കളെ കുറിച്ച്. അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന്. ആദ്യം മക്കളെ വിളിച്ചിട്ട് ചോദിക്കല്ല നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുണ്ടോ എന്നല്ല ചോദിക്കുക. ആദ്യം വിളിക്കുന്നത് ഉപ്പയെയും ഉമ്മയുമാണ്. നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങാടകര എവിടെ? അങ്ങാടകരില്ലേ? ആ തേനൊക്കെ വേഗം കൊടുത്തോളി. ഇന്നലെ തേന് വാങ്ങാത്ത ആളുകൾ ആരാണല്ലേ? ആ തേന് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ മുഴുവനും കൊടുത്തോളൂ. ഒരു 313 രൂപ വെച്ചിട്ട് ഞാൻ 501 വിചാരിച്ചാണ്. സംഘാടകർ പറഞ്ഞൊരു 313 മതി. അപ്പൊ ഒരു 313 രൂപ വെച്ചിട്ട് 500 കഴിയുന്നാൽ 500 തന്നെ കൊടുത്തോളൂ. 313 നോക്കണ്ട. 500 കഴിയുന്ന ആളുകൾ 500 കൊടുത്തോളൂ. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സദഖയാണെന്ന് മനസ്സിലാക്കും. അങ്ങനെ എല്ലാവർക്കും ഒന്ന് കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടേ ഇന്നലെ വാങ്ങാത്ത ആളുകൾക്ക് കൊടുത്തോളൂ. ഇന്നലെ വാങ്ങിയ ആളുകൾക്കും ആണുങ്ങൾക്ക് കൊടുക്കും. അത്തിപ്പറ്റ ഉസ്താദ് മന്ത്രി ചോദ്യത്തിനാണ്. അത്തിപ്പറ്റ ഉസ്താദിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ജീവിച്ചിരിക്കുന്ന വലിയൊരു സുഫി വല്യനാണ് അദ്ദേഹം. നമ്മുടെ കേരളക്കരയും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന വലിയൊരു സുഫി വല്യൻ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം മന്ത്രി ചോദ്യത്തിനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവരും എല്ലാവരും വാങ്ങിച്ചിട്ട് ഒരു 313 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ. അതാണ് ഏറ്റവും എളുപ്പം. 313 ആകുമ്പോൾ ഇതൊക്കെ എണ്ണി കൊടുക്കണ്ടേ. 300 എടുക്കണം, പിന്നെ 10 എടുക്കണം, പിന്നെ 3 എടുക്കണം. റിസ്ക് അല്ലേ? ഒരു 500 രൂപയ്ക്ക് വാങ്ങിച്ചോളൂ. ഇതെല്ലാവരും പെണ്ണുങ്ങളാണുങ്ങളൊക്കെ 500 രൂപയ്ക്ക് വാങ്ങിച്ചു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അതുകൊണ്ട് പോയിട്ട് ഒരു 11 ഫാത്തിഹ ഓതി അതിലൂത, ഒരു 11 ഫാത്തിഹ ഓതി അതിലൂത, എന്നിട്ട് കുടിക്കുക. അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകും ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ഒരു ഊതൊക്കെ ചെയ്ത് ആത്മാർത്ഥമായിട്ട് ഒരു 11 ഫാത്തിഹ ഓതിയിട്ട് ഊത, എന്നിട്ട് കുടിക്കുക. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അപ്പൊ മാതാപിതാക്കളോട് അള്ളാഹു ആദ്യം മക്കളെ കുറിച്ച് ചോദിക്കുന്നതാണ്. ആദ്യം ചോദിക്കൽ മക്കളോടല്ല. എന്തെങ്കിലും ഉപ്പാനെ ബഹുമാനിക്കാത്തത് നല്ല ചോദിക്കുക. എന്തേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്താ പഠിപ്പിച്ചത്? മക്കൾക്കുള്ള കടമകൾ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം മാതാപിതാക്കളോട് ചോദിക്കുന്നത്. അവർക്ക് ദീൻ പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കളോടുള്ള കടമകൾ എന്താണ്? അദ്ദിബു ഔലാദകും അലാ തലാത്ത് ഖിസ്വാൽ. മക്കളോടുള്ള കടമകൾ 3 എണ്ണമാണ്. അതിലൊന്ന് ഹുബ്ബി നബിയിക്കും, നബി തങ്ങളെ സ്നേഹിക്കാൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. 2 അഹ്ലു ബൈത്തിനെ, സയ്യിദന്മാരെ തങ്ങന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. 3 പരിശുദ്ധമായ ഖുർആൻ ഓതാനും നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. ഇതാണ് അദബ് എന്ന് പറയുന്നത്. മക്കൾക്കുള്ള അദബിൽ ഒന്നാമത്തേത് നബി തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. നിസ്കരിക്കാനൊന്നും പഠിപ്പിക്കണ്ട. നിങ്ങൾ ഒരു 5 വയസ്സുള്ള കുട്ടികൾക്ക് നബി തങ്ങളെ പഠിപ്പിക്കുക. നബി തങ്ങളെ പഠിപ്പിക്കുക. 5 വയസ്സുള്ള കുട്ടികൾക്ക് നബി തങ്ങളെ പഠിപ്പിക്കുക. നബി തങ്ങൾ അവരെ മനസ്സിൽ കയറ്റട്ടെ. പിന്നെ നിങ്ങൾ നിസ്കരിക്കാനൊന്നും പഠിപ്പിക്കണം. അവർ സ്വയം നിസ്കരിച്ചോളൂ. എന്റെ ഹബീബ് കൊണ്ടുവന്ന നിസ്കാരം അതെങ്ങനെയെന്ന് അവർ സ്വയം പഠിക്കും. നബി തങ്ങൾ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ അവർ നിസ്കരിക്കും. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കാനൊന്നല്ല, ഹുബ്ബി നബിയിക്കും, നബി തങ്ങളെ സ്നേഹിക്കാൻ ആദ്യം പഠിപ്പിക്കുക. ആ സ്നേഹം മതി ജീവിതത്തിൽ തെറ്റു ചെയ്യാതെ ജീവിക്കാൻ. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ തെറ്റു ചെയ്യാൻ കഴിയുന്നത്? കഴിയോ? നബി തങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് തെറ്റു ചെയ്യാൻ കഴിയോ? ഇപ്പൊ നമ്മൾ ആത്മാർത്ഥമായി അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ഒഴിവാക്കോ, കേൾക്കാതിരിക്കോ? ഇപ്പൊ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കും. എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയമാണ്. എൻഗേജ്മെന്റ് കഴിയുമ്പോൾ പിന്നെ പെണ്ണുങ്ങളോട് വല്ലാത്ത സ്നേഹമായിരിക്കും. ആണ് അവർക്ക് തിരിച്ചിങ്ങോട്ടും. അപ്പൊ അവരിങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു പെണ്ണ് പറയാണ്, നിക്കാഹ് കഴിഞ്ഞെന്ന് വിചാരിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മുണ്ടാനൊന്നും പാടില്ലല്ലോ. അപ്പൊ നിക്കാഹ് കഴിഞ്ഞൊരു പെണ്ണ് നിങ്ങളോട് പറയാണ്, എനിക്ക് അത് വാങ്ങിച്ചു തരണം. നിങ്ങൾ കറങ്ങാൻ പോയി. അപ്പൊ നിങ്ങൾ പെണ്ണ് പറയാണ്, എനിക്കൊരു ഡയറി മിൽക്ക് വേണം. നിങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. എന്നാ കല്യാണം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡയറി കൊലക്കാന്ന് പറയും. ഡയറി മിൽക്കല്ല. അതിന്റെ ആ നല്ല സ്നേഹമുള്ള സമയമാണ് നിക്കാഹ് കഴിഞ്ഞുവിടാൻ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞുവിടാൻ. അപ്പൊ എന്ത് പറഞ്ഞാലും കേൾക്കും. എന്റെ സ്നേഹം നന്നായി മനസ്സിലാക്കും. പിന്നെ സ്നേഹമില്ല എന്നല്ല, പിന്നെ കല്യാണം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് സ്നേഹം പോയിന്നല്ല. സ്നേഹം ഉണ്ടാവും, പക്ഷെ നമ്മൾ സ്വന്തമായി എന്നിപ്പോ സ്വന്തമല്ല ആയിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അതിന്റെ അർത്ഥം ഇനി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ സ്നേഹമില്ല എന്നൊന്നുമില്ല. പറഞ്ഞു വരുന്നത് നമ്മൾക്ക് ആ സ്നേഹം, അതിന്റെ ആത്മാർത്ഥമായ സ്നേഹം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. അവർക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്യും. ആ സമയത്ത് പെണ്ണ് പറയുകയാണെങ്കിൽ സീസർ വലിക്കില്ല എന്ന് പറഞ്ഞാൽ വലിക്കൂല, അല്ലെ? പെണ്ണ് പറയുകയാണെങ്കിൽ സീസർ വലിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്നാൽ വലിക്കൂല. അറിയാതെ പോയിട്ട് രഹസ്യമായിട്ട് മുമ്പിൽ വലിക്കൂല. അതേപോലെ നബിത്തങ്ങളോടുള്ള സ്നേഹം നമ്മൾ കൊത്തിവെക്കുക, നമ്മുടെ മക്കളിൽ കൊത്തിവെക്കുക, ചെറുപ്പത്തിലേ കൊത്തിവെക്കുക.
ചെറുപ്പത്തിലെ മക്കൾ കേൾക്കേണ്ടത് നബി തങ്ങളെ കുറിച്ചും ദീനിനെ കുറിച്ചൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമ്മുടെ മക്കൾ തുടങ്ങിയാൽ അവർ സ്വയം നിസ്കരിക്കാൻ തുടങ്ങും, സ്വയം ഖുർആൻ ഓതാൻ തുടങ്ങും. ഒന്നാമത്തെ അദബ് മക്കൾക്ക് നബി തങ്ങളോടുള്ള സ്നേഹം ഇട്ട് കൊടുക്കലാണ്. നന്നായി സ്നേഹിക്കട്ടെ. അപ്പൊ നബി തങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ കേൾക്കും. ഉമ്മമാര് പറഞ്ഞു കൊടുക്കുക, നബി തങ്ങളുടെ ജീവിതത്തിലെ ചരിത്രങ്ങളൊക്കെ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം വരുമ്പോൾ അവർ പുസ്തകം വാങ്ങിച്ചു വായിക്കും. യൂട്യൂബിലൂടെ നബി തങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ അവർ വേലകൾ അവർ കേൾക്കും. അങ്ങനെ നബി തങ്ങളുടെ ഒരു മുഹിബ്ബായി മാറും. അങ്ങനെ മുഹിബ്ബായി മാറിയാൽ പിന്നെ അവരുടെ ജീവിതം നബി തങ്ങളുടെ ജീവിതമായി മാറും. അവരുടെ ഡ്രസ് കോഡ്, അവരുടെ ജീവിത രീതി, അവരുടെ ഭക്ഷണം, അവരുടെ ഉറക്കയെല്ലാം അല്ലാഹുവിന്റെ ഹബീബായി മാറും. അതുകൊണ്ട് ഉമ്മമാരുടെ മുമ്പിലുള്ള ഒന്നാമത്തെ കടമ അവർക്ക് നല്ല പേരിട്ട് കൊടുക്കണം. അതേപോലെ അവർക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അതേപോലെ പരിശുദ്ധമായ ഖുർആനിൽ അവർക്ക് അവഗാഹം നൽകണം. ഖുർആൻ കൊണ്ട് അവരെ കൊണ്ട് ഒതുക്കണം, ഖുർആൻ അവരെ കൊണ്ട് പഠിപ്പിക്കണം. ഇതെല്ലാം മാതാപിതാക്കളുടെ കടമയാണ്. അല്ലാഹു നാളെ ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നത് ഇതെല്ലാമാണ്. പിന്നെയോ 7 വയസ്സായാൽ നിസ്കാരത്തിന്റെ കാര്യം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുന്നതിന്റെ കാര്യം, ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ കൃത്യമായി നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടാവണം. പിന്നെയാണ് മാതാപിതാക്കളെ കുറിച്ച് മക്കളോട് ചോദിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഭർത്താവിനെ വെറുപ്പിക്കാത്ത ഒരു ഭാര്യ, ഭർത്താവിനെ വെറുപ്പിക്കാത്ത ഒരു ഭാര്യ, ആ ഭാര്യ മരിച്ചുപോയാൽ ദഖലത്തിൽ ജന്ന, ആ ഭാര്യ സ്വർഗ്ഗക്കാരിയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്